അപ്പോൾ ഇന്നത്തെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കയറ്റി വെച്ച് കൈക്കോൽ ഇറക്കാനുള്ളതാണ് കേട്ടോ. പട്ടിക ഇന്ന് അടിക്കുന്നില്ല, നമ്മൾ കൈക്കോലൊക്കെ അടിച്ച് ഏകദേശം മോന്തായൊക്കെ തിരിക്കുമ്പോൾ തന്നെ സമയമാവും. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് 2 പോസ്റ്റിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്, അത് സെറ്റ് ചെയ്തു. അതേപോലെ ഉത്തരം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൈപ്പിലാണ് നമ്മൾ ഉത്തരം കയറ്റി വെക്കുന്നത്. അതായത് അളവുണ്ട്, അളവിനനുസരിച്ച് നമ്മൾ സ്റ്റോപ്പർ പീസ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. കാരണം ഇത്ര ഹൈറ്റിൻ്റെ മുകളിൽ പൈപ്പിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ലോഡ് ചെയ്ത് നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റോപ്പർ പീസ് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ പൈപ്പ് അതിലേക്ക് വെച്ച് വെൽഡിങ് അടിക്കുക. അതേപോലെ സ്റ്റോപ്പർ പീസ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ പൈപ്പ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൽ നിന്ന് കൈക്കോൽ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പൈപ്പാണ് ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സൈഡ് ക്രോസ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഉത്തരത്തിലേക്ക് ചേർത്ത് വെച്ച് വെൽഡിങ് അടിക്കാൻ. അപ്പോൾ ക്രോസ് കട്ട് ചെയ്ത പൈപ്പ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഈ ഒരു ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോന്തായം തിരിച്ച് ഇറപ്പടിക്കാനുള്ളതാണ് കേട്ടോ. അതുപോലെ ഫ്രണ്ടിലും ബാക്കിലും അതേപോലെയാണ്. 4 സൈസായിട്ടാണ് നമ്മൾ ഷീറ്റ് അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. 2 സൈഡല്ല, 4 സൈസായിട്ടാണ് നമ്മൾ അടിക്കുന്നത് ഇവിടെ. അപ്പോൾ അതിലേക്കുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ആദ്യത്തെ കൈക്കോലാണ് നമ്മൾ ഇറക്കി വെക്കുന്നത്. അതായത് നമ്മളൊക്കെ സ്പോട്ട് അടിച്ച് സെറ്റാക്കിയിട്ട് പിന്നെ സ്ക്വയർ വെച്ചിട്ട് ലെവൽ നോക്കുക, ഔട്ട് അടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ വെൽഡിങ് അടിക്കുന്നത്. കാരണം എല്ലാം കറക്റ്റാക്കി നോക്കി വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഷീറ്റ് അടിച്ച് കഴിയുമ്പോൾ ഷീറ്റ് ഒരു ഭാഗത്തും കൈക്കോൽ വേറൊരു ഭാഗത്തായിട്ടൊക്കെ കാണും. അത് ഭയങ്കര ബോറായിരിക്കും കാണാൻ, പിന്നെ പണി വൃത്തി ഉണ്ടാവില്ല. നമ്മൾ സ്ക്വയർ നോക്കിയിട്ട് സ്ട്രൈറ്റ് നോക്കി ലെവലാക്കി വെച്ചിട്ട് അത് വെൽഡിങ് അടിച്ചിട്ടാണ് ബാക്കിയുള്ള പണി നോക്കുന്നത്. അതേപോലെ ടേപ്പ് അളവൊക്കെ വെച്ച് ഒക്കെ ക്ലിയർ ആക്കി നോക്കും. അതായത് നമ്മളിവിടെ വെച്ചിട്ടുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് കൈക്കോൽ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ 6 അടിയാണ് ഗ്യാപ്പ് വെച്ചിട്ടുള്ളത്. 6 അടി ഗ്യാപ്പിലാണ് ഓരോ കൈക്കോൽ നമ്മൾ അടിച്ച് സെറ്റാക്കി കൊണ്ടുപോകുന്നത്. അത് വെക്കുന്നതെല്ലാം തന്നെ സ്ക്വയർ നോക്കിയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ തുടക്കം വെച്ചതാണ്, അവസാനം വെച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് അവസാനം. ആ തുടക്കം വെച്ച് കഴിഞ്ഞ് പിന്നെ അവസാനം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഇന്നെന്ന് പറഞ്ഞാൽ ഉത്തരം വെച്ച് ലേറ്റസ്റ്റ് കാര്യങ്ങളൊക്കെ ബാലൻസ് വെക്കാനുള്ളതൊക്കെ വെച്ച് ഉത്തരവും വെച്ച് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൈക്കോലും ഇറക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മോന്തായം തിരിച്ച് പട്ടിക അടിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പാത്തി ക്ലാമ്പ് വെച്ച് പാത്തി ഇട്ടിട്ടാണ് നമ്മൾ ഷീറ്റ് അടിക്കുക. ഷീറ്റ് അടിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞാൽ പോസ്റ്റൊക്കെ ഒന്ന് കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. കാരണം 3 നിലയുടെ മുകളിലാണ് നമ്മുടെ സ്ട്രക്ചർ ഉള്ളത്. അതും 12 അടിയാണ് കാല് ഹൈറ്റ് വരുന്നത്. സെൻറ്റർ ഹൈറ്റ് ഏകദേശം വന്നു കഴിഞ്ഞാൽ ഒരു 12ഉം 5ഉം 17 അടി സെൻറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ബാക്കി ഷീറ്റ് അടിക്കാൻ നിൽക്കുള്ളൂ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ ബാക്കി വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ ഇടുന്നതായിരിക്കും. നമ്മൾ ഓരോ ദിവസവും കഴിയുന്ന വീഡിയോ അന്നന്നേക്ക് തന്നെ അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.